ഒറ്റ മിനിറ്റ്. ഇത് രണ്ടും രണ്ട് മാറ്ററാ. ഇത് അവരുടെ ഒരു കലാരൂപത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ സ്ഥലത്ത് ചെയ്യാം, അതിന് വണ്ടി തയ്യാറാണ്. അവർ പറഞ്ഞ പോലെ സ്പെഷ്യലി അവർ ട്രെയിൻഡ് ആണ്, സ്കിൽഡ് ആണ്. അവർക്ക് വേഷവിധാനങ്ങളുണ്ട്, അവർക്ക് പ്രത്യേക ഹെഡ് ഗിയേഴ്സ് ഉണ്ട്, അവർക്ക് ബൂട്ടുണ്ട്. പക്ഷെ ഈ സാധാരണക്കാരന് ഇതൊന്നുമില്ല. ഇത് പൊതുനിരത്തിൽ പാടില്ല. അതേ ഉള്ളു തർക്ക വിഷയം. അവരുടെ ആ കലാരൂപത്തെ ഞങ്ങൾ മാനിക്കുന്നു. അത് അവരുടെ ഹോബി നടന്നുകൊള്ളട്ടെ. പക്ഷെ അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുള്ള തരത്തിലേക്ക് പൊതുനിരത്തിലേക്ക് വരരുത്. അതേ ഉള്ളു പ്രശ്നം. അപ്പൊ സാർ, ഇദ്ദേഹം പറഞ്ഞത് ഈ അത് അവർക്കുള്ള ലാമ്പ് ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞ ഈ ലാമ്പ് വെച്ചുകൊണ്ട് അവരുടെ ഡിസൈൻഡ് ആയിട്ടുള്ള ആ പർപ്പസിന് പോകുന്ന സ്ഥലത്ത് പോകുന്നതിന് കുഴപ്പമില്ല. പക്ഷെ എതിരെ സാധാരണക്കാർ വരും, പ്രായമുള്ളവർ വരും, സ്ത്രീകൾ വരും. അപ്പൊ അവരുടെ കണ്ണിലേക്ക് തറച്ചു കയറുന്ന തരത്തിലുള്ള ലൈറ്റുകൾ പൊതുനിരത്തിൽ പാടില്ല. അത് പാടില്ല. അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ കാറിനും ട്രക്കിനും ഇല്ല ലൈറ്റ് എന്താ? അത് ഹൈ ബീം ലൈറ്റ് അല്ലേ? അപ്പൊ അതും ആൾക്കാരുടെ കണ്ണിലടിക്കൂലേ? ഉണ്ടായിട്ട് കാര്യമില്ല. സാറ് ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കിയാൽ അതിന് സ്റ്റോക്ക് തരുന്ന ലൈറ്റില് എനിക്ക് ആ കുഴി കാണാൻ പറ്റിയിട്ടില്ല. അത് എത്ര നോക്കിയാൽ ഞാൻ കണ്ടിട്ടില്ലായിരുന്നു സാർ. ആ റൈഡിന് ഞാനുണ്ടായിരുന്നു. ഞാനാണ് അവൾക്ക് ഇൻഫോർമേഷൻ കൊടുത്തത് ആ കുഴി ഉണ്ടെന്ന്. കാരണം ഞാൻ ഫോഗ്ലൈറ്റ് എന്റെ വണ്ടിക്ക് ഫോഗ്ലൈറ്റ് ഉണ്ടായോണ്ടാണ് ഞാൻ കണ്ടത്. വേഗതയെക്കുറിച്ച് ഇവിടെ പറഞ്ഞതിൽ ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഒന്ന്, അമിത വേഗത അല്ല അപകടം ഉണ്ടാക്കുന്നത്, അനുചിത വേഗതയാണ്. അൺഅഡാപ്റ്റീവ് സ്പീഡാണ് അപകടം ഉണ്ടാക്കുന്നത്. ഇതിനകത്ത് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പം 110 കിലോമീറ്റർ വേഗതയിൽ ഞാൻ പോകുന്നു. 110 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ ഞാൻ ഒരു സെക്കൻഡ് റിയർ വ്യൂ പുറകുവശത്തേക്ക് നോക്കിയെന്ന് വിചാരിക്കാം. എല്ലായിടവും കാണുമെന്ന് പറഞ്ഞല്ലോ. പുറകുവശത്തേക്ക് നോക്കാനായിട്ട് റിയർ വ്യൂ മിററിൽ നോക്കണമല്ലോ. ഒരു സെക്കൻഡ് ഞാൻ റിയർ വ്യൂ മിററിൽ നോക്കിയാൽ 31 മീറ്റർ മുൻവശം ഞാൻ കാണുന്നില്ല. അപ്പോൾ ഒരു 110 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പറ്റുന്ന വാഹനമാണോ, അതിന് പറ്റിയ റോഡ് സാഹചര്യമാണോ, അതിന് പറ്റിയ ട്രാഫിക് സാഹചര്യമാണോ, അതിന് പറ്റിയ ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ 110 കിലോമീറ്റർ വേഗതയിൽ പോകാൻ പാടുള്ളൂ. അല്ലാതെ 110 കിലോമീറ്റർ വേഗതയിൽ പോകുമ്പോൾ എൻ്റെ കൺട്രോളിലാണ് വണ്ടി എന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ഒരിക്കലും എൻ്റെ കൺട്രോളിലല്ല. കാരണം ആ ഒരു സെക്കൻഡ് കൊണ്ട് എൻ്റെ മുൻവശത്ത് പലതും സംഭവിക്കാം. പിന്നെ സ്കാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ഒരു സാധാരണ ഡ്രൈവർ വാഹനം ഓടിക്കുമ്പോൾ തൻ്റെ മുൻവശത്തെ 200 മീറ്റർ എപ്പോഴും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം. സ്കാനിങ് തന്നെയാണ്, വളരെ കൃത്യമായ വാക്കാണ് ഉപയോഗിച്ചത്. കാണുകയല്ല നമ്മൾ ചെയ്യുന്നത്, സ്കാൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്കാനിങ്ങിൽ നമുക്ക് ഒരു സെക്കൻഡ് നമ്മൾ മാറിയാൽ ഈ പറഞ്ഞ സ്പീഡിൽ നമുക്ക് 31 മീറ്ററിലെ സ്കാനിങ് നമുക്ക് നഷ്ടപ്പെട്ടു. ആ 31 മീറ്ററിന് ഉള്ളിലായിരിക്കാം നമ്മുടെ ഇവിടുത്തെ ഒരു കാൽനടക്കാരൻ റോഡിലേക്ക് കയറി വരുന്നത്. നമ്മുടെ റോഡെന്ന് പറയുന്നത് ഹെറ്ററോജീനിയസ് റോഡാണ്. പലതരം വാഹനങ്ങളും പലതരം ആൾക്കാരും പോകുന്ന റോഡാണ്. ആ റോഡിൽ അതിന് പറ്റുന്ന വേഗത മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇതിൽ ഒരുപാട് സർവൈവേഴ്സ് ഉണ്ട്. ഇതിൽ ആരും തന്നെയും ഒരു സേഫ്റ്റി സൈഡിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബോധവൽക്കരണത്തെ കുറിച്ചോ അത് പ്രൊമോട്ട് ചെയ്യണതിനെ കുറിച്ചോ പറയുന്നത് കണ്ടില്ല. ഇപ്പോൾ പല ക്രാഷുകളിൽ നിന്നും ഇപ്പോൾ ആൻ്റണി അടക്കം ഒരു ഹെൽമെറ്റ് ഉള്ളത് കൊണ്ടാണ് സർവേ ചെയ്തത്. അപ്പോൾ ഒരു ഹെൽമെറ്റ് വെക്കുക എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഒരു സേഫ്റ്റി ആസ്പെക്റ്റ് എന്ന് പറയുന്നത്. ഒരു ബൈക്ക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഹെൽമെറ്റ്, ഗ്ലൗസ്, അതുപോലെ ജാക്കറ്റ്സ്, റൈഡിങ് പാൻസ്, ബൂട്ട്സ്, ഇതെല്ലാം നമ്മുടെ കുട്ടികൾ പ്രത്യേകിച്ച് പറഞ്ഞു 18 മുതൽ 25 വയസ്സുള്ള നമ്മുടെ സഹോദരന്മാർക്കാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ വരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് ബോധവൽക്കരണത്തിനുള്ള കൂടുതൽ സാഹചര്യങ്ങൾ ഉണ്ടാവണം. ഇതുപോലെയുള്ള കാര്യങ്ങളുടെ ഉപയോഗം എങ്ങനെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഒരു ഹെൽമെറ്റ് കൊടുത്തുകൊണ്ട് മാത്രം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ഈ പറഞ്ഞ പോലെ ഡ്രൈവിംഗ് സ്കില്ലും അതിനനുസരിച്ച് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഇത് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാവണം. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ പോകുന്നൊരു സംഭവത്തിലല്ല അപകടം സംഭവിക്കുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യത്തിലാണ് നമുക്ക് അപകടം സംഭവിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി സെൽഫ് പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇതുപോലത്തെ ഒക്കറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെതിരെ എങ്ങനെ നമ്മൾ റെസ്പോണ്ട് ചെയ്യണം. കാരണം നമ്മളിരിക്കുന്നത് 2 വീലറിലാണ്. ഏറ്റവും വൾണറബിൾ ടു ഇഞ്ചുറീസ് ആൻഡ് ഡെത്ത് ആണ് 2 വീലർ യൂസ് ചെയ്യുന്നത്. കാരണം ഒരു ആക്സിഡന്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇമ്പാക്റ്റ് ആണ്. അപ്പോൾ ആ ഒരു ബൈക്കിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്ന് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ ഇപ്പോൾ കുറെ ഫൈൻ അടിച്ചുകൊണ്ട് കാര്യമില്ല. കൃത്യമായിട്ടുള്ള ഒരു ബോധവൽക്കരണം നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.